വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖല സന്ദർശിക്കാൻ വിദഗ്ധ സംഘം എത്തിയിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ജനവാസ യോഗ്യമാണോ എന്നുള്ളതാണ് പരിശോധിച്ചു വരുന്നത്. അതേസമയം മറ്റൊരു ഭാഗത്ത് ജനകീയ തെരച്ചിൽ തുടരുന്നുണ്ട്. ഇവിടെ നിന്നും ശരീരഭാഗങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. മേഘ്ന മുരളിയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി മേഘ്ന, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഭദ്ര ദുരന്തഭൂമിയിൽ ഇന്നും ജനകീയ തെരച്ചിൽ ദ്രുതഗതിയിൽ നടക്കുകയാണ്. അതിനിടയിലാണ് രണ്ട് ഭാഗത്തു നിന്ന് ഇപ്പോൾ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അത് വെള്ളാർമല സ്കൂളിന്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ അവസാനമായി ഒരു മൃതദേഹ ഭാഗം, അതായത് ഒരു ശരീരത്തിന്റെ കൈയുടെ ഭാഗം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഭാഗം കണ്ടെത്തിയിട്ടുള്ളത്. അത് വെള്ളാർമല സ്കൂളിന്റെ മുന്നിലെ റോഡിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് ഇവിടെ തന്നെ മുന്നേ അടക്കം ജനകീയ തിരച്ചിൽ നടത്തിയതാണ്. അതിനുശേഷം ഇവിടെ ഇനി അങ്ങനെ മൃതദേഹ ഭാഗങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു നിഗമനത്തിൽ എത്തുക കൂടി ചെയ്തതാണ്. അതിനിടയിലാണ് ഇന്ന് ഈ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും വരുന്ന മണിക്കൂറുകളിലും അവിടെ വിശദമായ ഒരു പരിശോധന, ഇനിയും ഈ കാണാതായ ആളുകളുടെ ശരീരഭാഗങ്ങൾ ഇവിടെയുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായുള്ള ഒരു പരിശോധന അവിടെ തുടരും. അത് വ്യാപകമാക്കും എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ശരീരഭാഗം മേപ്പാടിയിലെ CHSCയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പരിശോധന തുടരുന്നതോടൊപ്പം തന്നെ ചാലിയാർ പുഴയിലും ഇന്നലെയും ഇന്നുമായി പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ഇവിടെ നിന്നാണ് മറ്റ് മൃതദേഹ ഭാഗങ്ങൾ രണ്ട് ഇടങ്ങളിൽ നിന്നായിട്ട് മൃതദേഹ ഭാഗങ്ങൾ കിട്ടിയിട്ടുള്ളത്. അത് ഇരുട്ടുകുത്തി മേഖലയിൽ നിന്നും തലപ്പാടി മേഖലകളിൽ നിന്നുമാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അവിടെ ഈ ചെങ്ങാടമടക്കം ഉപയോഗിച്ചുകൊണ്ടും ബോട്ട് ഉപയോഗിച്ചുകൊണ്ടുമുള്ള ഒരു പരിശോധനകൾ നടന്നു വരികയാണ്. അതിനിടയിലാണ് ഈ ഒരു മൃതദേഹം, കൂടാതെ ചാലിയാർ പുഴയിൽ ഇപ്പോൾ അടിയൊഴുക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പരിശോധനകൾ സുഗമമാകുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്, ഈ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർച്ചയായാണ് ഇപ്പോഴും പരിശോധനകൾ തുടരുന്നതും മൃതദേഹങ്ങൾ കിട്ടുന്നതും. ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ശരീരഭാഗങ്ങൾ ട്രക്കറിൽ മറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴും അവിടെ പരിശോധനകൾ ദ്രുതഗതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ദുരന്തഭൂമിയിൽ ഇന്ന് വിദഗ്ധ സംഘം എത്തി പരിശോധനകൾ നടക്കുന്നുണ്ട്. അതിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭൗമശാസ്ത്രജ്ഞ അടക്കമുള്ള 5 അംഗ സംഘമാണ് ഈ ദുരന്ത ഭൂമിയിൽ എത്തിയിട്ടുള്ളത്. ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, ഈ ഭാഗത്ത് നിന്ന് എന്താണ് ഇത്ര വ്യാപ്തിയിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള കാരണം എന്നുള്ളത് പരിശോധിക്കുക എന്നത് കൂടിയാണ്. കൂടാതെ ഇവിടെ ഇനിയും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. കാരണം ഇവിടെ നമ്മൾ ഈ ഒരു തരിശായിട്ടുള്ള ഭാഗങ്ങൾ, മുണ്ടക്കയും ചുരൽമലയും അടക്കമുള്ള ഭാഗങ്ങൾ കാണുമ്പോഴും തകർന്നു പോവാത്ത വീടുകളുമുണ്ട്. അവിടേക്ക് ആളുകൾ, അവിടുത്തെ താമസക്കാർ എത്തി പരിശോധനകൾ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇനി ഇവിടെ ജനവാസ യോഗ്യമാണോ, അല്ലെങ്കിൽ ഇവിടെ ഇനിയും ആൾക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാകുമോ എന്നുള്ളൊരു സാധ്യത അവർ പരിശോധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് മണ്ണും കല്ലിൻ്റെയും അടക്കമുള്ള സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദൗത്യ സംഘം ഈ സംഘം 5 അംഗ സംഘം ഉള്ളത് ഈ ഒരു ചൂരൽമല പ്രദേശത്താണ്. അവിടെ നിന്ന് പുഞ്ചിരിമട്ടവും വെള്ളാർമലയും അടക്കമുള്ള പ്രദേശങ്ങളിലേക്കും ഈ സംഘം എത്തി പരിശോധനകൾ നടക്കും. ഇനി നമ്മൾ പുത്തുമല അടക്കമുള്ള ദുരന്തം ഉണ്ടാകുമ്പോൾ കണ്ടതാണ്, പിന്നീട് അവിടെ ഒരു ജനവാസ മേഖലയോ അല്ലെങ്കിൽ വീണ്ടും അവിടെ ആൾക്കാരെ പാർപ്പിക്കാറില്ല. പക്ഷെ അതിനുള്ള എന്തെങ്കിലും സാധ്യതകൾ ഇവിടെയുണ്ടോ? കൂടാതെ ഈ ദുരന്തം നടന്ന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്കും ജനവാസ മേഖലയാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആൾക്കാരെ മാറ്റി പാർപ്പിക്കുകയോ വേണമോ എന്നുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ആ സംഘം ഇപ്പോൾ ദുരന്ത മേഖലയിൽ തുടരുകയാണ്. മറ്റൊരു ഭാഗത്ത് ജനകീയ തിരച്ചിലും, അത് ചാലിയാർ പുഴയും മുണ്ടക്കയും ഈ വെള്ളാർമല സ്കൂളിന്റെ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചും തിരച്ചിലും വ്യാപകമാക്കിയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, മേഘ്ന മുരളിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്.